പുതിയ കാലം പുതിയ വെല്ലുവിളികളാണ് നേരിടുന്നത്. കരിയർ കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാവി ജീവിതം സുരക്ഷിതമാക്കാൻ സാധിക്കും. കരിയർ ലോകം യോഗ്യതയിൽ നിന്ന് അർഹതയിലേക്ക് വഴിമാറിയ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്തെങ്കിലും പഠിച്ചിട്ട് കാര്യമില്ല. അഭിരുചി അനുസരിച്ച് ഭാവി സാധ്യതകൾ മനസ്സിലാക്കി, പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ കാലഘട്ടത്തിൽ ഭാവി സാധ്യതകൾ കൂടി മനസ്സിലാക്കി വേണം ഓരോ കോഴ്സുകളും തിരഞ്ഞെടുക്കാൻ. 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് പ്രധാനമായും 4 മേഖലയിലേക്ക് കിടക്കാം. ഒന്നാമതായി ഹയർ സെക്കൻഡറിയിൽ സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, ഈ 3 വിഷയങ്ങളിലായി 47 സബ്ജക്റ്റ് കോമ്പിനേഷനുകളുണ്ട്. അതുകൂടാതെ വരുന്നത് VHSE ആണ്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ മെഡിക്കൽ രംഗത്തേക്ക് പോകുന്ന കുട്ടികൾക്ക് അതിന് അനുയോജ്യമായ കോഴ്സുകളും എഞ്ചിനീയറിംഗ് രംഗത്തേക്ക് പോകാനുള്ളവർക്ക് അതിനനുയോജ്യമായ കോഴ്സുകളുമുണ്ട്. മൂന്നാമത്തെ THSE, ടെക്നിക്കൽ ഹയർ സെക്കൻഡറിയിലും +2 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെഡിക്കൽ രംഗത്തേക്കും എഞ്ചിനീയറിംഗ് രംഗത്തേക്ക് പോകാൻ സാധിക്കും. 4ാമതായി വരുന്നത് ഡിപ്ലോമക്ക് പോയ കുട്ടികൾക്ക് പിന്നീട് ഡിപ്ലോമ കഴിഞ്ഞാൽ ലാറ്ററൽ എൻട്രിയിലൂടെ അവർക്ക് എഞ്ചിനീയറിംഗിന് പോകാം. 1 വർഷം കുറച്ച് പഠിച്ചാൽ മതി. അത്തരം മേഖലകളാണ് പ്രധാനമായും. നിരവധി മേഖലകളുണ്ട്. പ്രധാനമായും 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക്. രണ്ടാമതായി ഹയർ സെക്കൻഡറി കഴിയുമ്പോൾ 4 മേഖലകളാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പ്രധാനമായും. ഒന്നാമത്തെ മേഖല എന്ന് പറയുന്നത് എൻട്രൻസ് ബേസ്ഡായ പ്രൊഫഷണൽ കോഴ്സുകൾ. ഇപ്പോൾ നീറ്റ് എൻട്രൻസ്, JEE അല്ലെങ്കിൽ കീം അതുപോലുള്ള എൻട്രൻസ് ബേസ്ഡായ പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് പോകാം. രണ്ടാമതായി കുട്ടികൾക്ക് ട്രഡീഷണൽ കോഴ്സുകൾ, പരമ്പരാഗതമായ ബിരുദ കോഴ്സുകൾ, BA, BSc, BCom എന്ന പരമ്പരാഗതമായ ബിരുദ കോഴ്സുകൾ. അതിലൂടെ അവർക്ക് തുടർന്ന് പഠിക്കാനും വർണ്ണാഭമായ മേഖലയിലേക്ക് കടക്കാനും സാധിക്കും. മൂന്നാമതായി കടന്നു വരുന്നത് ന്യൂ ജനറേഷൻ കോഴ്സുകൾ എന്ന് വെച്ചാൽ ഒരു വിഷയത്തെക്കുറിച്ചുള്ള മൈക്രോ സ്റ്റഡിയാണ്. ഇപ്പോൾ സൈബർ സെക്യൂരിറ്റി ആകാം, അല്ലെങ്കിൽ എത്തിക്കൽ ഹാക്കിംഗ് ആവാം. അതുപോലെ നിരവധിയായ മേഖലകൾ കുട്ടികളെ കാത്തിരിക്കുന്നു. അപ്പോൾ അത് അഭിരുചി അനുസരിച്ച് പോയിട്ടുണ്ടെങ്കിൽ പലപ്പോഴും തൊഴിൽ സാധ്യതകൾ, ആകർഷകമായ ശമ്പളത്തോടു കൂടിയുള്ള തൊഴിലവസരങ്ങളിലാണ് അവർക്ക് ലഭിക്കുന്നത്. 4ാമതായി കടന്നു വരുന്നത് പാരാമെഡിക്കൽ കോഴ്സുകൾ. 100-ലധികം പാരാമെഡിക്കൽ കോഴ്സുകൾ നമ്മുടെ രാജ്യത്ത് ലഭ്യമാണ്. അഭിരുചി അനുസരിച്ച് ആ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തൊഴിൽ ഉറപ്പായ ഒരു മേഖല തന്നെയാണ്. ഈ 4 മേഖലകളാണ് ഹയർ സെക്കൻഡറി കുട്ടികളെ കാത്തിരിക്കുന്നത്. ഇവിടെയെല്ലാം അഭിരുചി അനുസരിച്ച് പ്ലാൻ ചെയ്യാൻ സാധിക്കണം. എന്തെങ്കിലും കോഴ്സ് പഠിച്ചിട്ട് കാര്യമില്ല. യോഗ്യതയിൽ നിന്ന് അർഹതയിലേക്ക് മാറിയ ഈ കാലഘട്ടത്തിൽ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ സാധിക്കണം. ആ പ്ലാനിങ് ആണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത്. അതനുസരിച്ച് മുന്നോട്ടുള്ള പ്രയാണത്തിൽ അവരുടെ അഭിരുചി അനുസരിച്ച് കോഴ്സ് എടുക്കാനും അതിനനുസരിച്ച തൊഴിലവസരങ്ങളിൽ കടക്കാനും കുട്ടികൾക്ക് സാധിക്കും. ആ രീതിയിൽ കൃത്യമായി മാതാപിതാക്കളും കുട്ടികളുടെ അഭിരുചി അനുസരിച്ച് മാതാപിതാക്കളും, അതായത് മാതാപിതാക്കളുടെ താല്പര്യത്തിനാവരുത് കുട്ടികൾ കോഴ്സ് എടുക്കുന്നത്. ആ ഒരു കൃത്യത മാതാപിതാക്കൾ മനസ്സിലാക്കണം. കുട്ടികൾ കൂട്ടുകാരുടെയോ ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ അത് പറ്റിയ ആളുകളുടെയോ ഗൈഡൻസ് അനുസരിച്ച് ആവരുത് പോകേണ്ടത്. അവനവൻ്റെ അഭിരുചി മനസ്സിലാക്കി, അവനവൻ്റെ താല്പര്യം മനസ്സിലാക്കി കൃത്യമായ കോഴ്സുകളിലേക്ക് കടക്കാൻ സാധിക്കണം. അങ്ങനെ വരുമ്പോൾ പഠനം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായി മാറും. അതിലൂടെ വർണ്ണാഭമായ ഒരു ഭാവി ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾക്ക് സാധിക്കും.